പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ അടുത്ത നാളുകളിൽ നമ്മുടെ പുതിയ നിയമസഭ വന്നപ്പോൾ മുതൽ വീഡിയോകളും ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ പഴയ ഭരണാധികാരികളെപ്പറ്റി വെറുതെ താറടിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലൊത്തിരി വേദന തോന്നും. ഉദാഹരണമായിട്ട് പിണറായി വിജയൻ, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹത്താൽ കഴിയുന്നത് ബെസ്റ്റായിട്ട് ചെയ്തു. എനിക്കറിയാം 5 കൊല്ലം അദ്ദേഹം ഭരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തെ വേണമെന്ന് കേരളീയർ തന്നെ തീരുമാനിച്ച് തെരഞ്ഞെടുത്തു. ശരിയായിരിക്കാം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബപരമായ ബന്ധങ്ങളിലോ ചില തകർച്ചകളോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി കാണും. ആരുണ്ട് പരിപൂർണർ? ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി നല്ലവനായിട്ട് തന്നെ തുടങ്ങി, എന്നാലും കുറ്റമാരോപിക്കാൻ തുടങ്ങി. നമുക്ക് ഒരു 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 അതേപ്പറ്റി ഒരു ധാരണ ഉണ്ടാകണം. മതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും നമുക്ക് വേണ്ടി നന്മ ചെയ്ത് കടന്നുപോയവരെ നന്ദിയോടെ ഓർത്ത് അവരെപ്പറ്റി തിന്മയായി സംസാരിക്കുന്നത് ഒരു ശവത്തെ കുത്തെന്ന് ഞാൻ പറയും. അത് ശരിയല്ല. അത് ക്രിസ്തീയവുമല്ല, മാനുഷികവുമല്ല. എന്തിനു വിധിക്കുന്നു? നമ്മൾ ആരുണ്ട് പൂർണ്ണരായിട്ട്? അവരുടെ കർത്താവായ യേശു വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞത്. നമുക്ക് വിധിക്കാൻ യാതൊരു അവകാശവുമില്ല. ഓരോരുത്തർക്കും അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് അവർ ചെയ്യുന്നു. ഒരപ്പനായാലും അമ്മയായാലും ഒരു ഉദ്യോഗസ്ഥനായാലും ഒരു മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും വലിയ മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവർ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. തെറ്റുകൾ ഉണ്ടാകുന്നു, കണിശമാറ്റം വീഴ്ചകൾ ഉണ്ടാകുന്നു. പിന്നെ നമുക്കറിയാം, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ശുദ്ധ മനസ്സാക്ഷിയുള്ളവർക്കല്ല. അല്പം വളവും ചുളവും അതുപോലെ കാപട്യവും ഇല്ലാണ്ട് രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റില്ല. അത് രാഷ്ട്രീയത്തിന്റെ സ്വഭാവമാണ്. ഞാൻ പണ്ടൊരു വക്കീലിനോട് പറഞ്ഞല്ലോ, വക്കീലായ നുണ പറഞ്ഞേ മതിയാവും. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അച്ഛന്മാരും അങ്ങനെയല്ലെന്ന്. ശരിയാണ്. അപ്പൊ നമ്മുടെ പ്രൊഫഷനിൽ തന്നെ, നമ്മുടെ ജോലിയിൽ തന്നെ അപ്പൊ ചിലപ്പോൾ ചില മറച്ചുവെക്കലും കളിപ്പീരുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിന് ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്. അതൊരു പാവമാണ് വ്യക്തിഹത്യ എന്ന് പറയുന്നത്. കഥാതിനെ പറഞ്ഞ വചനം വന്നു, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. ഇത് കർത്താവിന്റെ വാക്കുകൾ ആണ്. അപ്പം കർത്താവ് ഓരോരുത്തരോടും, ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും ആരായാലും, നമുക്ക് വേണ്ടി നന്മ ചെയ്തവർ, നമുക്കറിയാം അവരെല്ലാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പിണറായി വിജയൻ 10 കൊല്ലം നമുക്ക് വേണ്ടി അധ്വാനിച്ചവനാണ്. അദ്ദേഹത്തിന് മന്ത്രിസഭയും അധ്വാനിച്ചു. നമുക്കറിയാം, അന്ന് വെള്ളപ്പൊക്ക കാലത്തൊക്കെ കോവിഡ് കാലത്തൊക്കെ ഒത്തിരി സഹായം ചെയ്തു. അദ്ദേഹത്തെ പുകഴ്ത്തിപ്പാടിയവർ ഇന്ന് നേരെ തിരിച്ചു പറയുകയാണ്. എന്റെ മനുഷ്യൻ ഇതാണ്. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തുപോയി. അപ്പം ഭക്ഷിച്ചു. മാത്രമല്ല അത്ഭുതങ്ങൾ, കുഷ്ഠരോഗം മാറി, തളർവാദ രോഗം മോദി, സന്തോഷമായി. അവർ തന്നെയാണ് പറഞ്ഞ അവനെ ക്രൂശിക്കുകയാണ് അവസാനം. ഇത് ശരിയല്ല. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, നന്ദി കെട്ടവരാവരുത്. നിശ്ചയമായിട്ടും ഇത് ഒരു ചെറിയ ഉപദേശം, ഒരു അപ്പൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് നന്മ ചെയ്തിട്ടുള്ളവരെ നന്ദിയോടെ സ്മരിക്കുക, പറ്റുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ആരാ? ഇനി നമ്മൾ അവർ ചെയ്ത തിന്മ പർവ്വതീകരിച്ചും വീണ്ടും നമ്മൾ തന്നെ നമ്മളെ പാപികളാക്കി തീർക്കുകയാണ്. വിധിക്കുന്നത് തന്നെ പാപമാണ്. ഇനിയും ഇവിടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു അധികാരത്തെപ്പറ്റി പറയുന്ന ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കെല്ലാം അറിയാവുന്ന ബൈബിൾ ഭാഗം ആണല്ലോ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ അധ്യായം 13. റോമ അധ്യായം 13 അധികാരത്തെപ്പറ്റി യേശുനാഥൻ പഠിപ്പിക്കുന്ന വാക്ക് ആണ് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ പോകുന്നത്. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. റോമ 13:1. 2-ാം വചനം, തന്നിമിത്തം
അധികാരത്തെ ധിക്കരിക്കുന്നവർ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവയ്ക്കും. 4-ാം വചനം, എന്തെന്നാൽ അഞ്ചാം വചനം, ദൈവത്തിന്റെ കോപം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ. എന്നിട്ട് നികുതി കൊടുക്കുന്ന കാര്യവും ചുങ്ങു കൊടുക്കുന്ന കാര്യവും എല്ലാം പറയുകയാണ്. അർഹിക്കുന്നവർക്ക് 7-ാം വചനം പറഞ്ഞിരിക്കുന്നത്, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടതിന് ബഹുമാനം. ഇതൊക്കെ യേശുനാഥൻ പഠിപ്പിച്ച മൂല്യങ്ങളാണ്. അത് എല്ലാവർക്കും ഉള്ള, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതല്ലേ. ദയവായിട്ട് നമ്മൾ കുട്ടികളിലും കേൾക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ തന്നെ പറയുള്ളൂ നമ്മളെപ്പറ്റി. പണ്ടാലിന് പറഞ്ഞ പോലെ പ്രായം ചെയ്യുന്ന അപ്പനും അമ്മയ്ക്കും മക്കൾ അമേരിക്കന്നൊക്കെ ഒന്ന് വലിയ പ്രൗഢമായ കെട്ടിടം വെച്ചു, ഒരു ചെറിയ ചാർത്ത് പോലെ ഉണ്ടാക്കി അപ്പനെ അമ്മയും കടത്താൻ. അവർ നല്ല ഗോൾഡൻ, നല്ല സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വെള്ളി കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ആഹാരം കഴിക്കുമ്പം ഒരു ചിരട്ടയ്ക്കകത്തായിരുന്നു അത് ആഹാരം കൊടുത്തത് അപ്പനും അമ്മയ്ക്കും. ഇത് ഒരു ഏക മകൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പനൊരു ദിവസം കാറയിൽ ഇങ്ങനെ വന്നിറങ്ങുമ്പം ഒരു ചിരട്ട നല്ലപോലെ ശരിപ്പെടുത്തുന്ന മകനെയാണ് കണ്ടത്, 7 വയസ്സുള്ളവൻ. എന്നാ മോനെ ഈ ചിരട്ട എടുത്ത് നീ എന്നാ ഉണ്ടാക്കുകയാണ്? അപ്പം പ്രായമാകുമ്പം കഞ്ഞേരാനായിട്ടുണ്ടാക്കാനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നാമും നല്ലതൊക്കെ ചെയ്യാൻ ശ്രമിക്കും, നമ്മളെ പറ്റുന്നിടത്തോളം. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ മക്കളും മറ്റുള്ളവരും നമ്മുടെ നന്മയാ പറയേണ്ടത്, തിന്മയല്ല. അതുകൊണ്ട് മരണം മൂലം വേർപെട്ടവരെയും നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തവരെയും ഒരിക്കൽ നമ്മൾ അവഹേളിക്കരുത്, അത് ചീത്തയായി സംസാരിക്കരുത്. അവർ ഉണ്ടാകുന്ന നന്മകളെ പ്രകീർത്തിക്കുക വേണ്ടത്. അതാണ് കർത്താവായ യേശുവും പറയുന്നത്, മറ്റുള്ളവർ നന്മകളെ പ്രകീർത്തിക്കുക. ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞ നല്ല വാക്ക് ഒരു വീഡിയോ ഇറക്കി, 1,00,000 പേര് കണ്ടു. ഒത്തിരി പേര് എനിക്ക് കമന്റ് എഴുതി, അച്ഛൻ രാഷ്ട്രീയം വെള്ളയടിക്കുകയാണ്, രാഷ്ട്രീയക്കാരെ വെള്ളയടിക്കുകയാണ്. അതുപോലെ ട്രംപിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അതിനെ പറഞ്ഞു. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എനിക്ക് ഈശോ ആണ് എൻ്റെ രാഷ്ട്രീയക്കാരൻ. ഈശോയുടെ വിശ്വാസമാണ് എൻ്റെ രാഷ്ട്രീയം, ഈശോയുടെ സ്നേഹമാണ് എൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഞാൻ ബൈബിളിൽ കാണുന്നത്. അപ്പോൾ മറ്റുള്ള നന്മ പ്രകീർത്തിക്കുക, അത് ആരായാലും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരൊക്കെ നന്മ ചെയ്യുന്നുവോ ആ നന്മയെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ മുഖ്യമന്ത്രി ഹിന്ദു ആണെങ്കിലും അദ്ദേഹത്തിന് നന്മയെ പ്രകീർത്തിച്ചത്. അതായത് അത് വെച്ചുകൊണ്ട് ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പൊക്കി പറഞ്ഞ അല്ല. ഞാൻ പറയാൻ കാരണം, പ്രിയപ്പെട്ടവർ, മറ്റുള്ള നന്മ നമ്മൾ പറയുന്ന ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കണം, പെസിമിസ്റ്റ് ആയിരിക്കരുത്. എപ്പോഴും തിന്മ കാണുക. അതിന് കാരണം നമുക്ക് വെച്ചിരിക്കുന്ന കണ്ണാടിയിലൂടെയാണ് മറ്റുള്ളവരെയും കാണുന്നത്. നീലിച്ച കണ്ണാടിയിൽ കൂടെ നോക്കിയാൽ എല്ലാവരും നീലിച്ചിരിക്കും, മഞ്ഞ കണ്ണാടിയിൽ കൂടെ നോക്കിയാൽ എല്ലാവരും മഞ്ഞിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ കണ്ണാടിയാണ് ശരിയാക്കേണ്ടത്, വെള്ള കണ്ണാടി ആക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതേ മന്ത്രിസഭ കൂടുമ്പോഴായാലും പ്രസംഗം പറയുമ്പോഴായാലും പഴയ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ, ഇപ്പൊ നമുക്കറിയാം പാർലമെന്റിൽ തന്നെ എന്തെല്ലാം നെഹ്റു മുതലുള്ളവരെ പറ്റി പറയുന്നത്. അവരൊക്കെ എന്തേറെ നന്മ ചെയ്തവരാ. നെഹ്റു ആയാലും ഇന്ദിരയായാലും ഓരോരുത്തരും അവരാ കഴിവതെല്ലാം ചെയ്തവരാണ്. അവരുടെ ശവത്തെ കുത്തിക്കൊണ്ടാണ് അത് പ്രസംഗങ്ങളല്ല. ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. ഏത് ദൈവമായാലും, യേശുക്രിസ്തുവിനെ മാത്രമല്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, മനസ്സാക്ഷിയുള്ളവർ പറയുന്നു, മറ്റുള്ളവരുടെ നന്മയെ പ്രകീർത്തിക്കുക. ഇനി പ്രകീർത്തിക്കുന്നില്ലെങ്കിലും മിണ്ടാതിരിക്കുക. ഒരിക്കലും തിന്മ അത് പറയരുത്, കുറ്റപ്പെടുത്തരുത്. ഇനി ആരെങ്കിലും കുറ്റപ്പെടുത്തെങ്കിൽ യേശുനാഥനെ പഠിപ്പിച്ചാൽ നേരിട്ട് എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്യുക. അച്ഛനായാലും മെത്രാനായാലും മന്ത്രിയായാലും ഉപമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും നമ്മൾ അത് സദസ്സിലും പരസ്യമായിട്ട് ഒരിക്കലും ചെയ്യരുത്. അത് നമുക്ക് നന്മ ചെയ്തവരെ ബഹുമാനിക്കണം, സഹിക്കണം, എൻ്റെ ഭാഷയിൽ പ്രാർത്ഥിക്കണം നമ്മൾ അവർക്ക് വേണ്ടി. അവർക്ക് കുറവുകൾ വന്നെങ്കിൽ കർത്താവ് അവരോട് ക്ഷമിക്കട്ടെ, നമുക്ക് ക്ഷമിക്കാം. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു ഭരണം നടത്തുക എളുപ്പമുള്ള കാര്യമല്ല. സഭയിലായാലും മരത്തിലായാലും രാഷ്ട്രീയത്തിലായാലും
എന്തിനാ വീട്ടിലൊരു അപ്പനായിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ്, അല്ലേ? ഒരു വികാരിച്ചനറിയാം വികാരിച്ചന്റെ ബുദ്ധിമുട്ട്, ഒരു ബിഷപ്പിനറിയാം ബിഷപ്പിന്റെ ബുദ്ധിമുട്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അതെ, എല്ലാവർക്കും അപൂർണതയുണ്ട്, കുറ്റമുണ്ട്. ഞാനും കുറ്റമുള്ളവരാണ്. അപ്പോൾ ക്രിസ്തുനാഥൻ ചോദിച്ച ആ ഒരു ചോദ്യം, നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നമ്മൾ നെഞ്ചത്ത് കൈവെക്കണം. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ ഞാനും ഒരു കുറ്റവാളിയല്ലേ എന്ന്. ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചെറിയ വീഡിയോ എനിക്ക് വിഷമം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ പലപ്പോഴും നിയമസഭ കൂടുമ്പോഴും വാറ്റുപേരുകളിലും പാർലമെന്റിലൊക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടി നന്മ ചെയ്ത് കടന്നുപോയവരെ അപമാനിച്ചു പറയുന്നത്. അവരെ സ്നേഹിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.